ഹലോ എവ്രി വൺ. 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ തമിഴ് സൈഫൈ സിനിമയായ അയലാനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. കാണാത്തവർ എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ സ്പേസിൽ നിന്ന് ഒരു വലിയ ഉൽക്ക ഭൂമിയിലെ ആഫ്രിക്കയിൽ വന്ന് വീണു. അത് ചില സയന്റിസ്റ്റുകളും കണ്ടെത്തി. എന്നാൽ ഈ ഉൽക്കയെ കുറിച്ചറിഞ്ഞ മറ്റു ഗ്രൂപ്പ് ആ സയന്റിസ്റ്റിനെ കൊന്ന് അത് അവിടുന്ന് എടുത്തു കൊണ്ടുപോകും. എന്നിട്ട് അതൊരു റിസർച്ച് സെന്ററിൽ കൊണ്ടുവന്ന് റിസർച്ച് ചെയ്യും. ഉൽക്ക ഒരു മെഷീനിൽ വെച്ച് ഇതിന്റെ സോഴ്സ് ഉപയോഗിച്ച് ഒരു ലേസർ ബീം ഉണ്ടാക്കിയെടുക്കും. ഈ ലേസർ ബീമിന് ഭൂമിയെ തന്നെ തുളച്ചു പോകാനുള്ള ഒരു പവറുണ്ട്. എന്നിട്ട് ഈ റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ ഈ ഉൽക്ക വെച്ച് ഭൂമിയിൽ ഒരു പരീക്ഷണം നടത്തും. അവിടെ ഒരു വലിയ തുരങ്കമുണ്ട്. ഇത് വെച്ച് അതിനകത്തേക്ക് തുളച്ചു നോക്കും. ആ ലേസർ ബീമും തുരങ്കത്തിന്റെ അടി വരെ പോയി. അവിടെ ഒരു വൈബ്രേഷൻ സംഭവിച്ചു. എന്നിട്ടൊരു സ്ഫോടനവും നടന്നു. ആ തുരങ്കം തന്നെ നശിച്ചുപോയി. ഒരുപാട് വിപത്തുകൾ സംഭവിച്ചു. ഈ തുരങ്കത്തിന് മേലെയായി ഒരു കുളമുണ്ട്. ഭൂമിക്ക് സംഭവിച്ച ഈ വൈബ്രേഷൻ മൂലം വിഷവാതകം കലർന്ന സാധനങ്ങളെല്ലാം കുളത്തിലേക്ക് വീണ് ആ കുളം തന്നെ തീഗോളമായി മാറി. ഈ റിസർച്ച് ചെയ്തതെല്ലാം വില്ലനാണ്. വില്ലന്റെ കൂടെ ഒരു വില്ലത്തിയും ഉണ്ട്. എന്നിട്ട് അവിടുന്ന് ജീവൻ നിലനിന്നാ മതിയെന്ന് കരുതി വില്ലൻ ആ ഉൽക്കയുടെ കല്ലുമെടുത്ത് ഹെലികോപ്റ്ററിൽ അവിടുന്ന് രക്ഷപ്പെടും. ആ സ്ഥലം പൊട്ടിച്ചിതറി. അപ്പൊ ആ സമയം ഭൂമിയിൽ നിന്ന് ഒരു സിഗ്നൽ സ്പേസിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത പൂമ്പാറ എന്നൊരു ഗ്രാമത്തില് രാത്രി ഒരു ആനക്കുട്ടി വന്ന് കുഴിയിൽ വീണു. കുഴിയിൽ വീണ കുട്ടിയാനയെ നോക്കി മറ്റാനകളും പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ അവരുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം ആ ഗ്രാമത്തിന് ചുറ്റും കറണ്ട് ഷോക്കുള്ള ഇലക്ട്രിക് കമ്പി കൊണ്ട് വേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നായകൻ തമിഴിന്റെ എൻട്രി. നായകൻ ആ ആനക്കുട്ടിയെ കുഴിയിൽ നിന്നും കയറ്റി രക്ഷപ്പെടുത്തി. ആനക്കൂട്ടവും നായകനോട് നന്ദി കാണിച്ച് അവിടുന്ന് പോവും. നായകന് ഒരമ്മയാണുള്ളത്, അച്ഛനില്ല, പിന്നൊരു ഫ്രണ്ടും. നായകൻ കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. അതും പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ ഓർഗാനിക് ആയാണ് ചെയ്തു വരുന്നത്. നായകൻ ഒരുപാട് ബേർഡ്സിനെയും അതുപോലെ തന്നെ മുയൽ അങ്ങനെ ചിലതിനെ വളർത്തുന്നുണ്ട്. വീട് തന്നെ ഒരു കുട്ടി സൂ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് നായകൻ. അങ്ങനെ ലൈഫ് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായിക താര ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. രാത്രി അവിടെയുള്ള കുട്ടികളെ വിളിച്ചിരുത്തി ക്ലാസ് എടുക്കുകയാണ്. ആകാശത്ത് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾക്കെല്ലാം ഓരോരോ പേരുണ്ട്. ആ പേര് പറഞ്ഞ് ഓരോന്ന് കാണിച്ചു കൊടുക്കും. എന്നാൽ കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. ഒന്നുകൂടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തമിഴിനെ വിളിച്ച് ഒരു പാറപ്പുറത്ത് നിർത്തി കൈ രണ്ടും മേലോട്ടുയർത്തി പോസ് ചെയ്യാൻ പറയും. തമിഴും മാനിനെ പോലെ പോസ് ചെയ്യും. അത് വെച്ച് താര സ്റ്റാർസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. താരയുടെ ഫോൺ കാണാതെ പോയത് തമിഴാണ് കണ്ടുപിടിച്ചു കൊടുത്തത്. നെക്സ്റ്റ് ഡേ തമിഴ് വന്ന് നോക്കുമ്പോൾ അപ്പോഴേക്കും താര അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അതിന്റെ ചെറിയൊരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നായകന്റെ വയലിലേക്ക് പുൽച്ചാടികൾ കൂട്ടമായിട്ട് വന്ന് എല്ലാ വിളകളും നശിപ്പിച്ചിട്ടിട്ട് പോവും. നായകൻ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പുൽച്ചാടികൾ എല്ലാം നശിപ്പിച്ചു. എന്നാൽ അവിടെയുള്ള മറ്റു തോട്ടങ്ങളിലൊന്നും ഇങ്ങനെ സംഭവിച്ചിരുന്നില്ല. കാരണം അവരെല്ലാരും കീടനാശിനി ഉപയോഗിച്ചിരുന്നു. സോ പ്രാണികളൊന്നും വന്നില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞ് മറ്റ് കൃഷിക്കാര് നായകനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കും. എന്നാലും നായകൻ ജൈവ കൃഷി മാത്രമേ ചെയ്യുള്ളൂ എന്ന വാശിയിലാണ്. ഇവരുടെ കയ്യിൽ തീരെ പണമില്ലായിരുന്നു. ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്. ഈ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി നായകന്റെ അമ്മ വേറെ നാട്ടിൽ ജോലിക്ക് പോകാമെന്ന് പറയും. എന്നാൽ നായകൻ അത് സമ്മതിക്കാതെ താൻ പോയി ജോലി ചെയ്ത് കടമെല്ലാം വീട്ടിക്കോളാമെന്ന് പറഞ്ഞ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു വരും. ആ സമയം അയലാൻ സ്പേസ് ഷിപ്പിൽ നിന്ന് ഭൂമിയെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മേലെ നിന്ന് ഭൂമിയെ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ ഉൽക്ക എവിടെയാണ് വീണതെന്ന് അയലാന് മനസ്സിലായി. ഇപ്പുറത്ത് വില്ലൻ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെല്ലാം വിളിച്ചു വരുത്തി എനർജിക്കുള്ള ഡിമാൻഡ് എപ്പോഴും കുറയില്ല. 2030 എനർജിയുടെ ഡിമാൻഡ് വീണ്ടും കൂടും. ഫ്യൂവൽ വരെ തീർന്നു പോവും. എനർജി ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് ഭൂമിയിൽ നോവ ഗ്യാസ് എന്നൊരു ഗ്യാസ് ഉണ്ട്. അത് ഭൂമിയുടെ അടിത്തട്ടിൽ ഒരു മൂലയ്ക്കാണുള്ളത്. അതെടുത്ത് എനർജിയാക്കി മാറ്റിയാൽ ഒരുപാട് കാശ് സമ്പാദിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യും. എന്നാൽ ആ ഗ്യാസ് എടുക്കാൻ അത്ര എളുപ്പമല്ല. ഭൂമിയുടെ അടിവരെ തുളയ്ക്കുന്ന മിഷൻ ഉണ്ടാവുമെന്ന് ഒരാളൊരു ചോദ്യം ചോദിക്കും. അതിന് വില്ലനും ആ ഉൽക്ക കാണിച്ച് ഇതിന്റെ പേര് സ്പാർക്ക്. ഈ സ്പാർക്ക് ഭൂമിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്റെ കയ്യിലാണുള്ളത്. ഈ സ്പാർക്ക് വെച്ച് ഭൂമിയുടെ അടിത്തട്ട് വരെ നമുക്ക് റിസർച്ച് ചെയ്യാം. അങ്ങനെ റിസർച്ച് ചെയ്ത് നോവ ഗ്യാസ് എടുക്കാമെന്നും എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ ഈ നോവ ഗ്യാസ് എവിടെയാണ് അധികമുള്ളത് എന്ന് നോക്കുമ്പോൾ ചെന്നൈയിൽ ഒരു മൈനുണ്ട്. അവിടെ ഒരുപാട് നോവ ഗ്യാസ് ഉള്ള സ്ഥലമാണ്. ഈ സ്പാർക്ക് ഉപയോഗിച്ച് അവിടെ കുഴിച്ചാൽ നമുക്ക് ഒരുപാട് നോവ ഗ്യാസ് എടുക്കാമെന്ന് വീണ്ടും ഒരു പ്ലാൻ പറയും.
എന്നാൽ അവിടെ ഇരിക്കുന്ന ഒരു ഇൻവെസ്റ്ററിന് ഇതിന് പിന്നിലെ ആപത്ത് മനസ്സിലായി. എന്നിട്ട് ആഫ്രിക്കയിലും ഇങ്ങനെ ഒരു മൈൻ ഉണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ച് ആ നാട് തന്നെ ഇല്ലാതായിരിക്കുന്നു. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ ചെന്നൈയിലും സംഭവിക്കില്ലേ എന്ന് ചോദിക്കും. അതിന് വില്ലൻ ശരിയായി മറുപടി കൊടുത്തില്ല. സോ ആ ഇൻവെസ്റ്ററും തനിക്ക് ഈ പ്രൊജക്റ്റിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. എന്നാൽ വില്ലത്തിയെ അയച്ച് ആ ഇൻവെസ്റ്ററിനെ വില്ലൻ കൊന്നുകളഞ്ഞു. അതുപോലെ ചെന്നൈയിൽ ഗവൺമെന്റ് അപ്രൂവൽ വാങ്ങാം, കാശ് കൊടുത്ത് പൊളിറ്റീഷ്യൻസിനെയും വിലക്കെടുക്കാം. എന്നാൽ ജനങ്ങളെ എങ്ങനെ നേരിടും എന്ന ചോദ്യമായപ്പോൾ അതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് വില്ലൻ പറയും. കൂടെ തന്നെ നമ്മൾ നോവ ഗ്യാസ് എടുക്കുന്നത് മനുഷ്യരെ വെച്ചല്ല, റോബോട്ടിനെ വെച്ചാണെന്ന് പറഞ്ഞ് പുതിയൊരു റോബോട്ടിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ റോബോട്ടിനെ ഒരു വാച്ചിൽ കൺട്രോൾ ചെയ്യാം. നമ്മൾ ചെയ്യുന്നതെല്ലാം ആ റോബോട്ടും ചെയ്തോളും. നടക്കും, ഓടും, പഞ്ച് ചെയ്യും. അങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നായകൻ ചെന്നൈയിൽ വന്നിറങ്ങി. ആക്ച്വലി ഒരു ഫ്രണ്ടിനെ അന്വേഷിച്ചാണ് നായകൻ വന്നിരിക്കുന്നത്. അവിടെയുള്ള ഒരാളോട് അഡ്രസ്സ് ചോദിക്കുമ്പോൾ ചെയിൻ തട്ടിപ്പറിക്കുന്ന ഒരു ടീം അവിടുന്ന് ചെയിൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോവും. തമിഴും അവരെ പിടിക്കാൻ വേണ്ടി പിന്നാലെ പോയി. എന്നാൽ അത് കവറിങ് ആയിരുന്നു. അപ്പോൾ ഈ ടീം നായകനെ ഓടിക്കാൻ തുടങ്ങി. നായകനും ഓടി ഓടി അവിടെയുള്ള ഒരു സൈക്കിൾ എടുത്ത് എസ്കേപ്പ് ആവും. അവിടെ ചെന്നൈയിൽ വേറൊരു ഗ്രൂപ്പുണ്ട്, ടൈസൺ സുകീർത്ത രാജ ആൻഡ് ടീം. ആക്ച്വലി സുകീർത്ത രാജ ഒരു ഗവേഷണം നടത്തുന്നുണ്ട്. വലിയൊരു എയർ ബലൂൺ എടുത്ത് അത് എയറിലേക്ക് പറത്തിവിട്ട് ഹൈറ്റിലുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൈസനും മുല്ലയും ആ ബലൂൺ ഒരു കയറിൽ കെട്ടി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നായകൻ വന്ന് സൈക്കിള് വെച്ച് ഇവരെ ഇടിച്ചിടും. ബലൂൺ പറന്നു പോവും. ബലൂൺ പിടിച്ച് ഇവരും എയറിലേക്ക് പൊന്തി. നായകൻ എങ്ങനെയൊക്കെയോ പിടിച്ച് അവർ താഴെ വലിച്ചിട്ടു. രാജയ്ക്ക് ദേഷ്യം വന്ന് ഇവരോട് പ്രശ്നമുണ്ടാക്കും. എന്നിട്ട് ബലൂണിന്റെ ഈ പ്രൊജക്റ്റിന് 2.5 ലക്ഷം രൂപയാണ് ചെലവായത്. സോ കാശ് എടുത്ത് വെച്ചിട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ വലിയൊരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരു പെണ്ണിന്റെ ബർത്ത്ഡേ ആണ്. സോ ആ പെണ്ണിന്റെ ലവർ ഇവർക്ക് കാശ് കൊടുത്ത് നൈറ്റ് 12 മണിക്ക് ബലൂൺ പറത്തി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തത് ഇങ്ങനെ ചെയ്തതാണ്. എന്നാൽ ഇതിനിടയിലേക്ക് നായകൻ വന്നതും ബലൂൺ കാറ്റിൽ പറന്നു പോവുകയും ചെയ്തു. ഇപ്പൊ വേറൊരു ഓർഡർ വന്നു. ഇതുപോലെ വേറൊരു അപ്പാർട്ട്മെന്റിലെ പെണ്ണിന് ഇന്ന് നൈറ്റ് ബർത്ത്ഡേ വിഷ് പറയണം, നീ എനിക്ക് കാശ് തരുന്നത് വരെ എൻ്റെ അടുത്ത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് രാജ നായകനെ അവൻ്റെ കൂടെ കൂട്ടി. ബർത്ത്ഡേ ഗേൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സോ നേരെ ആ ബിൽഡിങ്ങിലേക്ക് പോയി എല്ലാ സെറ്റപ്പും ചെയ്തു. എന്നാൽ ആ ബർത്ത്ഡേ ഗേൾ വേറെ ആരുമല്ല, നായിക താരയാണ്. നായകൻ നായികയുടെ ഫോട്ടോ ഫീലായി നോക്കി ബർത്ത്ഡേ സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ട് വരും. സെറ്റപ്പ് ഓക്കെ ആണെന്ന് ക്ലയൻറ്റിനോട് വിളിച്ചു പറയും. ആക്ച്വലി ഗോദാവരി അപ്പാർട്ട്മെന്റിലേക്കാണ് ഓർഡർ ചെയ്തത്. എന്നാൽ നമ്മുടെ ടീം കാവേരി അപ്പാർട്ട്മെന്റിൽ പോയി എല്ലാം സെറ്റാക്കി വെക്കും. അപ്പോൾ ആള് മാറിപ്പോയതാണല്ലേ എന്ന് പറഞ്ഞ് നായകൻ വല്ലാതെ സന്തോഷിച്ചു. അങ്ങനെ താര വന്ന് റൂമിലെ സ്വിച്ച് ഓൺ ചെയ്തതും സ്പാർക്കേഴ്സ് എല്ലാം പൊട്ടി ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യും. ഈ പണി ആരാ ചെയ്തു വെച്ചത് എന്ന് നോക്കാൻ വേണ്ടി താര ബാൽക്കണിയിൽ നിന്ന് സെക്യൂരിറ്റിയെ നോക്കിയപ്പോൾ നായകൻ താഴെ നടന്നു പോകുന്നത് കണ്ടു. ഇതെല്ലാം നായകൻ ഒപ്പിച്ചതാണെന്ന് താരയ്ക്ക് മനസ്സിലായി. ഇപ്പോൾ ചെന്നൈന്റെ മേലെ ഒരു സ്പേസ് ഷിപ്പ് വന്ന് ലാൻഡ് ആവും. അതിൽ നിന്നും സൗണ്ട് ഉണ്ടാക്കി ഒരു സാധനം ഇറങ്ങി വരും. യെസ്, ഐലാൻ. വലിയ കണ്ണ്, തലയിൽ 2 കൊമ്പ്, മൊത്തത്തിൽ ഒരു അസ്ഥികൂടം ഇറങ്ങി വരുന്നത് പോലെയുണ്ട്. എന്നാലും കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഐലാന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. ഇത് ഐലാനോട് മനുഷ്യന്മാരെന്ന ആപത്തായിട്ടുള്ള ആളുകളുള്ള സ്ഥലത്താണ് നീ ഇപ്പോൾ വന്നിറങ്ങിയത്, കെയർഫുൾ ആയിരിക്കണം, മനുഷ്യന്മാരുടെ മുന്നിൽ ചെന്ന് പെടരുത്, ഒരു പക്ഷേ മനുഷ്യന്മാരുടെ ഇടയിൽ പെട്ടുപോയാൽ നീ നിന്നെ തന്നെ ഇല്ലാതാക്കണമെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഐലാനും ഇൻവിസിബിളായി സ്പേസ് ഷിപ്പിനെയും ഇൻവിസിബിളാക്കി. ഇപ്പോൾ ഐലാൻ ആരുടെ കണ്ണിലും പെടില്ല. എന്നാൽ വന്നിറങ്ങിയ കുറച്ച് സമയം ഐലാൻ വിസിബിൾ ആയിരിക്കും. അങ്ങനെ ആ സമയത്ത് മെല്ലെ മെല്ലെ നടന്നു വരുമ്പോൾ ഒരു മദ്യപാനിയുടെ മുന്നിൽ ചെന്ന് പെട്ടു. ഐലാനും പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആ മദ്യപാനിയും നീ രാമസ്വാമിയുടെ മോനല്ലേ, അവൻ കുടിച്ചു കുടിച്ച് മകനെ ഈ അവസ്ഥയിൽ എത്തിച്ചു, മോൻ പോയിക്കോ, വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോവും. ഫസ്റ്റ് ഇയാളുടെ കണ്ണിലായിരിക്കും കാണേണ്ടത് എന്നും പറഞ്ഞ് ഐലാൻ ഇൻവിസിബിൾ ആവും. അങ്ങനെ റോഡിലേക്ക് വന്നതും അവിടെ ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്. അതിലൊന്നിന്റെ മേലെ ജമ്പ് ചെയ്തു. അത് നായകന്റെ കാറായിരുന്നു. രാജയാണ് ഡ്രൈവ് ചെയ്യുന്നത്. വളരെ അപ്സെറ്റുമാണ്. കാരണം കിട്ടിയ ഓർഡർ വേസ്റ്റ് ആയല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ പെട്ടെന്ന് ഐലാൻ കാറിൽ നിന്ന് ആര്യൻ ഇൻഡസ്ട്രിയുടെ മുകളിലേക്ക് ചാടും. ഇത് വില്ലന്റെ ഇൻഡസ്ട്രിയാണ്. അവിടെയാണ് ആ സ്പാർക്ക് ഒളിച്ചു വെച്ചത്. സ്പാർക്കിൽ നിന്നും വരുന്ന സിഗ്നൽസ് വെച്ച് ഐലാൻ ആരുടെയും കണ്ണിൽ പെടാതെ ചാടി ചാടി അകത്തേക്ക് കടന്നു. ഐലാനെ ആരുടെയും കണ്ണിൽ കാണില്ല എന്ന് മാത്രമേയുള്ളൂ. അതിനെ തൊട്ടാൽ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. സെൻസർ കടന്ന് ഐലാൻ അകത്തേക്ക് വന്നു.
ആരോ അകത്ത് കടന്നിട്ടുണ്ട് എന്ന് വില്ലന് സെക്യൂരിറ്റി വാർണിംഗ് വന്നു. വില്ലൻ ഹെലികോപ്റ്ററിൽ വരാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി അലാം അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അയലാൻ ആ സ്പാർക്ക് നോക്കി പോകുന്ന സമയത്ത് 4 ഗ്ലാസ് വന്ന് അയലാനെ ലോക്ക് ചെയ്യും. ഇപ്പോൾ അയലാൻ ലോക്കായി, ആരുടെ കണ്ണിലും കാണുന്നുമില്ല. വില്ലനും അവിടേക്ക് വന്ന് ആ ഗ്ലാസിന് മുന്നിൽ നിൽക്കും. എന്നിട്ട് എന്തോ ലൂസ് കോണ്ടാക്റ്റ് ആണെന്ന് കരുതും. എന്നിട്ട് ഗ്ലാസ്സിൽ കൈവച്ച് നോക്കുമ്പോൾ അയലാനും ഗ്ലാസിന്റെ അകത്ത് നിന്ന് കൈവയ്ക്കും. വില്ലന് അവന്റെ കൈ അനക്കാനേ കഴിയുന്നില്ല. സോ കയ്യിലുള്ള പവർ യൂസ് ചെയ്ത് അയലാൻ വില്ലൻ ആഫ്രിക്കയിൽ ചെയ്തതും ഇവിടെ ചെന്നൈയിൽ ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വില്ലന്റെ മൊത്തം ഹിസ്റ്ററിയും അയലാന് മനസ്സിലായി. മനുഷ്യന്റെ കണ്ണിൽ പെട്ടാൽ സ്വയം ഡിസ്ട്രാക്റ്റ് ആവണമെന്ന് അയലാന്റെ അടുത്തുള്ള ആ ഡിവൈസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അയലാനെ ആർക്കും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അയലാൻ പവർ യൂസ് ചെയ്ത് ആ ഗ്ലാസ് പൊട്ടിച്ചതും എല്ലാവരും മയങ്ങി വീണു. എന്നിട്ട് നേരെ അയലാൻ സ്പാർക്കുള്ള സ്ഥലത്തേക്ക് വന്ന് അതെടുത്ത് റോഡിലേക്ക് വരും. ഓപ്പോസിറ്റിൽ നായകന്റെ കാർ വരുന്നത് കണ്ട് അയലാൻ അവന്റെ പവർ യൂസ് ചെയ്തതും കാർ നേരെ അവിടെയുള്ള ചുമരിൽ പോയി ഇടിച്ചു. രാവിലെ പോലീസ് വന്ന് കാർ ആരാണ് ഇവിടെ വന്ന് പാർക്ക് ചെയ്തത് എന്ന് ചോദിക്കും. രാജ എന്തൊക്കെയോ ചെയ്യാനും പറയാനും നോക്കുന്നുണ്ട്. എന്നാൽ നന്നായി മദ്യപിച്ചിരുന്നു. അപ്പോൾ അതിലെ നായിക പോകുന്നത് കണ്ടു. അവൾ കണ്ട നാണക്കേടാണ്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് ഒരു ഐഡിയ ചെയ്യും. പോലീസിനോട് അവർ മദ്യപിച്ചത് കൊണ്ട് അവർക്കെതിരെ കേസ് എടുക്കണമെന്ന് നായകൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ അയലാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനൊന്നും മനസ്സിലായില്ല. പച്ച കളറിലെ ഒരു രൂപം ആരോ എവിടെയോ തൂക്കിയെടുത്തോണ്ട് വന്നതാണ്. എന്താന്ന് വെച്ചാൽ സയൻസ് എക്സിബിഷൻ നടക്കുകയാണ്. ചെറിയൊരു കുട്ടി ഏലിയന്റെ വേഷം കെട്ടി ഏലിയനും മിങ്കിളായി. നായകൻ പോലീസിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നേരെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരും. എന്നിട്ട് അവിടെ ഏലിയനെ പോലെ വേഷം കെട്ടിയിരിക്കുന്ന കുട്ടിയോട് സംസാരിക്കും. ഇതെല്ലാം ഇൻവിസിബിൾ ആയിട്ടുള്ള അയലാനും കേട്ട് രസിക്കുന്നുണ്ട്. ആ സമയം അവിടെ നായികയുമുണ്ട്. നായിക ഒരു ഷോ ചെയ്യാൻ വേണ്ടി സ്റ്റൂളിന് പുറത്ത് കയറി നിൽക്കുമ്പോൾ അത് സ്ലിപ്പായി അവൾ താഴെ വീഴാൻ പോവും. നായകൻ നായികയെ പിടിക്കാനും വരും. അപ്പോൾ അയലാൻ അവന്റെ പവർ യൂസ് ചെയ്ത് നായിക വീഴുന്നതിന് മുൻപ് തന്നെ പിടിച്ചു നിർത്തും. നായകനും പിടിക്കുന്നത് പോലെ പോസ് കൊടുക്കും. എന്നാൽ നായകൻ കൈ പിൻവലിച്ചതും അയലാന്റെ പവറും കട്ടായി നായിക താഴെ വീഴുകയും ചെയ്തു. നായികയും നായകനെ കണ്ട് നിങ്ങൾ ഗ്രാമത്തിലെ ആളല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കും. ആ സമയം പെട്ടെന്ന് ആ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് ഗ്യാസ് ലീക്ക് വന്ന് ഫയർ ആവും. അവിടെയുള്ള കുട്ടികളെല്ലാം അയലാൻ ഇൻവിസിബിൾ ആയി രക്ഷിക്കാൻ നോക്കി. എന്നാൽ ഒരു ഘട്ടത്തിൽ അയലാൻ കുടുങ്ങിപ്പോവും. ഇൻവിസിബിൾ മോഡ് ഓഫായി. ആ സമയം നായകൻ വന്ന് അയലാനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏലിയന്റെ ഡ്രസ്സുള്ള ആ കുട്ടിയാണെന്ന് കരുതി നായകൻ അയലാനോട് കരയണ്ട, സൂചി വെക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് അത് മാറ്റി തരാമെന്നും പറയും. അപ്പോൾ അയലാൻ അവന്റെ ഒറിജിനൽ രൂപം കാണിക്കും. ഇത് കണ്ട നായകൻ പേടിച്ച് അലറി വണ്ടി ബാലൻസ് തെറ്റി അവിടെയുള്ള ഒരു ലേക്കിലേക്ക് ചെന്ന് വീഴും. ഭാഗ്യത്തിന് ആ ലേക്കിൽ വെള്ളമുണ്ടായിരുന്നില്ല. അങ്ങനെ നായകൻ അയലാനോട് നിങ്ങളൊക്കെ അമേരിക്കയെ നശിപ്പിക്കാനല്ലേ വരാറ്, ഇവിടേക്ക് എന്തിനാണ് വന്നത് എന്ന് പേടിച്ചോട് ചോദിക്കും. അതിന് അയലാനും ഞാൻ നശിപ്പിക്കാൻ മാത്രമല്ല വരുന്നത്, രക്ഷിക്കാനും വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നായകൻ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. നായകൻ അയലാന്റെ കൈ പിടിച്ചതും നായകന്റെ ഹിസ്റ്ററി മുഴുവൻ അയലാന് മനസ്സിലായി. നായകൻ നല്ലവനാണെന്നും മനസ്സിലായി. എന്നാൽ നായകന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നീ തിരിഞ്ഞു നിൽക്ക്, ഞാൻ ഇവിടെ മണലില് ചില നമ്പേഴ്സ് എഴുതാം, ആ നമ്പർ നീ കണ്ടുപിടിച്ചാൽ നിനക്കെല്ലാം അറിയാമെന്ന് ഞാൻ സമ്മതിക്കാമെന്ന് പറയും. അതിന് അയലാനും ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയാണ്, ഒന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കും. എന്നാൽ നായകൻ ആ സമയം കൊണ്ട് വണ്ടി എടുത്ത് എസ്കേപ്പ് ആവും. എന്നിട്ട് നേരെ രാജയുടെ അടുത്ത് വന്ന് നടന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പറയും. എന്നാൽ അവരിവനെ കളിയാക്കി ചിരിക്കും. എന്നാൽ അയലാന്റെ സ്പാർക്ക് നായകന്റെ വണ്ടിയിൽ വീണതുകൊണ്ട് അയലാൻ അത് അന്വേഷിച്ച് നായകനുള്ള സ്ഥലത്തേക്ക് വന്നു. ഇപ്പോൾ അയലാനെ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട്. ഇവരെ കണ്ട് അയലാനും അയലാനെ കണ്ട് ഇവരും പേടിച്ച് ടൈസൺ പെട്ടെന്ന് ഹിറ്റ് എടുത്ത് അയലാന് നേരെ അടിച്ചു. അയലാനും മയങ്ങി വീണു. നിങ്ങൾ ഇതിനെ കൊന്നോടാ എന്നും പറഞ്ഞ് നായകൻ അയലാന് ശ്വാസമുണ്ടോ എന്ന് നോക്കും. അയലാൻ ശ്വാസം എടുക്കുന്നത് കണ്ടിട്ട് ഭാഗ്യം ചത്തിട്ടില്ല എന്നും പറഞ്ഞ് അയലാനെ ഒരു തൂണിൽ കെട്ടിവെക്കും. എന്നിട്ട് പേടിയില്ലാത്ത രീതിയിൽ സംസാരിക്കും. എന്നാൽ അയലാൻ കൈയെടുത്തതും ഇവർ നന്നായി ഭയന്നു. അപ്പോൾ അവിടേക്ക് നായിക വന്നതും അയലാൻ ഇൻവിസിബിൾ ആയി. നായകനാണ് എക്സിബിഷനിൽ കുട്ടികളെ രക്ഷിച്ചതെന്നറിഞ്ഞ് നായകനെ നായിക ഒരുപാട് അഭിനന്ദിച്ചു. ഇതെല്ലാം ഇൻവിസിബിൾ ആയ അയലാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവര് സംസാരിച്ച് നായിക പോകുന്ന സമയത്ത് അവിടെ പൂവ് തട്ടിയിട്ട് അയലാൻ പൂമഴ പെയ്ച്ചു. നായികയും നായകനെ നോക്കി ചിരിച്ചിട്ട് പോവും. ഇതെല്ലാം കണ്ട നായകനും നിനക്ക് ഇത്രയൊക്കെ പവറുണ്ടോ എന്ന് ചോദിച്ച് അയലാനെ നായകനും ഗ്യാങ്ങും അവരുടെ കൂടെ നിർത്തും.
ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സ്പാർക്ക് എടുക്കാൻ വേണ്ടി അയലാൻ നേരെ സ്പേസ് ഷിപ്പിലേക്ക് വരുമ്പോൾ വില്ലന്റെ ടീം അയലാനെ പിന്തുടർന്ന് ഗൺ ഷൂട്ടിംഗ് നടത്തുന്നുണ്ട്. അപ്പൊ വില്ലന്റെ ടീമിന്റെ അടുത്തുനിന്ന് അയലാൻ രക്ഷപ്പെട്ടു വന്നതാണ്. എന്ന വില്ലൻ അയലാനെ പിന്തുടർന്ന് വന്നതും സ്പേസ് ഷിപ്പ് കണ്ടു. എന്നിട്ട് വില്ലന്റെ സ്ഥലത്തേക്ക് ആ സ്പേസ് ഷിപ്പ് എടുത്തോണ്ട് പോവും. വില്ലൻ ഹോസ്പിറ്റലിൽ കണ്ണു തുറന്നു. കയ്യില് ചെറിയ ചെറിയ പരിക്കുകളുണ്ട്. സ്പേസ് ഷിപ്പ് കണ്ടതും ഏലിയന്റെ പ്രസൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും സംശയം തോന്നി. എന്നാൽ ഇത്ര പേരുണ്ടായിട്ടും തന്നെ മാത്രം അറ്റാക്ക് ചെയ്തു. സ്പാർക്കും കാണുന്നില്ല. അപ്പൊ എന്തോ ഒന്ന് സ്പാർക്കിന് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് വില്ലനൊരു ഡൗട്ട് തോന്നി. ഇപ്പൊ ചെന്നൈയിലുള്ള ആര്യൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അവിടെ സ്പേസ് ഷിപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. വില്യം എന്നൊരാള് അമേരിക്കയില് മുൻപ് ഏലിയനെ കണ്ടിട്ടുണ്ട് എന്ന് ഒരു ന്യൂസ് കൊടുത്തിരുന്നു. എന്നാൽ അതന്ന് ആരും വിശ്വസിച്ചില്ല. പക്ഷേ അയാൾ ഏലിയനെ കണ്ടത് സത്യമാണ്. അമേരിക്കൻ ഗവൺമെന്റ് പോലും ഏലിയനുള്ള കാര്യം മറച്ചു വെക്കുകയാണോ എന്ന് ഇൻഫർമേഷൻ ഉണ്ട്. വില്യംസിനെ ആരും വിശ്വസിക്കാത്തത് കൊണ്ട് ഏലിയൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ വില്യംസിനെ വിളിച്ചു വരുത്തി സ്പേസ് ഷിപ്പ് കാണിച്ചു കൊടുക്കും. ആ സ്പേസ് ഷിപ്പ് വളരെ ഹൈടെക് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ആർക്കും അത് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ഡേഞ്ചർ ആണെന്ന് കരുതി ഓപ്പൺ ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം വില്യംസ് വന്ന് നോക്കിയപ്പോൾ ഏലിയന് ഒരുപാട് പവറുകൾ ഉള്ള കാര്യം അയാൾ മനസ്സിലാക്കി. കാരണം സ്പേസ് ഷിപ്പ് ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു. വില്യം ഒരു അഡ്വാൻസ്ഡ് ആയ ഡ്രോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡ്രോൺ സിഗ്നൽ സെർച്ച് ചെയ്ത് ഏലിയൻ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കും. ആ സിഗ്നൽ വെച്ച് കാട്ടിക്കൊടുക്കും. സോ ഒരുപാട് ഡ്രോണുകൾ സിറ്റിയിൽ പറത്തും. ഇപ്പോൾ നായകന് ഒരു കോൾ വന്നു. ഒരു കുട്ടി വീട്ടിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് അതിന് ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയലാൻ നായകന്റെ കൈയെടുത്ത് ആ കുട്ടിയുടെ മേലെ വെച്ച് ആ കുട്ടിയുടെ ക്യാൻസർ മാറ്റിക്കൊടുത്തു. ആക്ച്വലി ആ സ്പാർക്ക് നായകന്റെ കാറിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ആ കുട്ടിയുടെ കയ്യിലാണ്. അതൊരു കല്ലാണെന്നും പറഞ്ഞ് ആ കുട്ടി എടുത്തു വെച്ചതാണ്. അയലാൻ സ്കാൻ ചെയ്തതും ആ കുട്ടിക്ക് എല്ലാം മാറി. സ്പാർക്ക് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഡ്രോൺ റീച്ച് ആയതും നേരെ നായകനെയും കൂട്ടി അവിടുന്ന് പോവും. ഡ്രോൺസ് എല്ലാം ഇവരുടെ പിന്നാലെ വന്നു. അവിടെ ഒരു ചേസിംഗ് തന്നെ നടന്നു. നൈറ്റ് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് അയലാൻ നായകന്റെയും നായികയുടെയും അടുത്ത് സത്യം പറയും. അവരുടെ ഗ്രഹത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുൻപ് ഒരു സ്പാർക്ക് ഭൂമിയിൽ വന്ന് പതിച്ചിരുന്നു. ആഫ്രിക്കയിൽ വില്ലൻ ചെയ്തതെല്ലാം അവിടെ നോട്ടിഫിക്കേഷനായി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഭൂമി തന്നെ ഇല്ലാതാവും. ഈ പ്രപഞ്ചത്തിന്റെ ബാലൻസ് തെറ്റാതിരിക്കണമെങ്കിൽ അതിന് ഭൂമി നശിക്കാതിരിക്കണം. അതിൽ ഇവിടുന്ന് ഒരാൾ ഭൂമിയിലേക്ക് പോകണം. എന്നിട്ട് അവിടെയുള്ള സ്പാർക്ക് എടുത്തോണ്ട് വരണം. അതിനാര് പോകുമെന്ന ചോദ്യം ഉയർന്നു. അപ്പോ അയലാന് അവിടെ ഒരു ക്രഷ് ഉണ്ട്. അയലാൻ അവിടെ നടക്കുന്ന മീറ്റിംഗിൽ ശ്രദ്ധിക്കാതെ ആ പെണ്ണിനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയലാനെ ഭൂമിയിലേക്ക് വിടാമെന്നും തീരുമാനമാവും. ഇപ്പൊ സ്പാർക്ക് അയലാന്റെ കൈവശമുണ്ട്. എന്നാൽ സ്പേസ് ഷിപ്പ് കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവിടെ സ്പേസ് ഷിപ്പിന് ഒരു സിഗ്നലും കിട്ടാത്ത രീതിയിൽ സേഫ് ആക്കി വെച്ചിരിക്കുകയാണ് വില്ലൻ. ഇപ്പൊ സ്പേസ് ഷിപ്പ് പുറത്ത് വെച്ച സിഗ്നൽ വന്ന് ഏലിയൻ അത് അന്വേഷിച്ചു വരും. ഏലിയനെ അപ്പ ലോക്ക് ചെയ്യാമെന്ന് വില്യം ഒരു പ്ലാൻ പറയും. സോ സ്പേസ് ഷിപ്പ് നേരെ പുറത്ത് വെച്ചതും സിഗ്നൽ വന്നു. അയലാൻ പോകാൻ നോക്കുമ്പോൾ നായകനൊരു ഡൗട്ട്. ഇന്ന് അറ്റാക്ക് നടന്നു, സിഗ്നലും വന്നു. ഇതെല്ലാം നോക്കുമ്പോൾ എനിക്കൊന്നും ശരിയായി നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയലാൻ അവിടുന്ന് ഇൻവിസിബിൾ മോഡില് ഇവരോട് യാത്രയും പറഞ്ഞ് പോവും. എന്നാൽ വില്യംസ് ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിൽ ഏലിയൻസ് വന്ന അത് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ അയലാൻ അകത്തേക്ക് വരുന്നതനുസരിച്ച് ഇവിടെ സിഗ്നൽ വരുന്നുണ്ട്. വലിയൊരു ഫ്രീക്വൻസി യൂസ് ചെയ്ത് ഇൻവിസിബിൾ മോഡ് വിസിബിൾ ചെയ്ത് അയലാനെ ലോക്ക് ചെയ്യാൻ നോക്കും. നായകനും അവിടേക്ക് വന്ന് അവിടെ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കും. ഈ ഗ്യാപ്പിൽ അയലാൻ സ്പേസ് ഷിപ്പ് എടുത്ത് പോവും. എന്നാൽ ഇവിടെ നായകനെ എല്ലാവരും അടിക്കുന്ന സമയത്ത് സ്പേസ് ഷിപ്പ് കറക്റ്റായിട്ട് ഇവരുടെ മേലെയായി നിർത്തി നായകനെ സേഫ് ആക്കും. നായകൻ എന്തെങ്കിലും സംഭവിച്ചാൽ അയലാൻ അതിനെ എതിർക്കുമെന്ന് വില്ലത്തിക്ക് മനസ്സിലായി. എന്നിട്ട് നേരെ നായകനെ വല്ലാതെ ടോർച്ചർ ചെയ്ത് കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലും. ഇപ്പോൾ സ്പേസിലിരുന്ന് അയലാന്റെ ആള് കോൾ ചെയ്ത് എവിടെയാണെങ്കിലും എന്നെ കാണാൻ നീ വേഗം വരണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കും. എന്നാൽ ഇവിടെ നായകൻ മരിച്ചത് കണ്ട് അയലാൻ സ്പേസ് ഷിപ്പിൽ നിന്നും ചാടിയിറങ്ങും. എന്നിട്ട് നായകനെ രക്ഷിക്കും. എന്നാൽ അയലാനെ ഫ്രീസ് ചെയ്യും. ആക്ച്വലി വില്യം ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ച് ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫ്രീസ് ചെയ്യാം. അത് വെച്ച് വില്ലന്റെ ഗ്യാങ് അയലാനെ കടത്തിക്കൊണ്ടുപോയി. ആ സമയം നായകന് ശ്വാസം വന്നു. ചുറ്റും നോക്കിയപ്പോൾ അവിടെയൊന്നും ആരെയും കണ്ടില്ല. എന്നാൽ അവിടെ ഏലിയനെ കണ്ടുപിടിക്കാനുള്ള ഡിവൈസുകൾ വില്യം വെച്ചിരുന്നല്ലോ. നായകന് ശ്വാസം തിരിച്ചു വന്നതും അവിടെ ഏലിയൻ ഉണ്ട് എന്ന് സിഗ്നൽ കാണിക്കും. ഇവിടെ ഏലിയനെ ഒരു ഗ്ലാസ്സിലിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ ടോർച്ചർ ചെയ്തിട്ടും പരിക്കുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. എന്നാലും
എന്നാലും ഐലാന് ശരീരത്തിൽ വേദന ഫീൽ ചെയ്യാൻ കഴിയും. സ്പാർക്ക് എവിടെയാണെന്ന് ചോദിച്ച് ഐലാനെ വല്ലാതെ ടോർച്ചർ ചെയ്തു. വില്യംസിന് ഈ ടോർച്ചർ ചെയ്യുന്നതിലൊന്നും ബന്ധമില്ല, എന്നാലും വേറെ വഴിയില്ലാതെ ചെയ്യുന്നു മാത്രം. ഇപ്പുറത്ത് നായകൻ ഹോസ്പിറ്റലിലാണ്. പരിക്കുകളെല്ലാം തന്നാലെ ശരിയായി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാറിൽ ഫസ്റ്റ് സീന് കണ്ട ചെയിൻ മോഷ്ടാക്കൾ ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നത് കണ്ട് നായകൻ കൈ പൊന്തിച്ചതും ഒരുത്തൻ പറന്നുപോയി. സംഭവം ഏലിയന്റെ പവർ നായകന് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ രക്ഷിക്കും. ഇവന്റെ ഈ പവർ വെച്ച് നായകൻ എൻജോയ് ചെയ്യാണ്. എന്നാൽ ഐലാൻ വില്ലന്റെ കയ്യിൽ കുടുങ്ങിയ വിവരം നായകൻ അറിയില്ല. അങ്ങനെ ഐലാന്റെ ശരീരത്തിൽ നിന്ന് ഒരു ആസിഡ് എടുത്തിട്ട് ആ ആസിഡ് കൈയൊടിഞ്ഞ ഒരു എലിക്ക് ഇഞ്ചക്ട് ചെയ്തതും ആ എലി നോർമലായി. എന്നിട്ടത് വില്ലന് ഇഞ്ചക്ട് ചെയ്യും. വില്ലനും ആ പവർ വന്നു. ആ സമയം ഐലാൻ ആ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് കടന്നു. എന്നാൽ വില്ലൻ പവർ യൂസ് ചെയ്ത് ഐലാനെ അടിച്ചു വീഴ്ത്തും. എന്നാൽ ഒരു ആസിഡ് ഐലാനെ ഇൻജക്ട് ചെയ്ത് ഐലാന്റെ പവർ മുഴുവൻ നശിപ്പിച്ചു. അങ്ങനെ വീണ്ടും ഗ്ലാസ്സിൽ അടച്ചു വെച്ച് ഒരുപാട് ടോർച്ചർ ചെയ്യും. അപ്പോൾ വില്യംസിന് ഒരു സിഗ്നൽ കാണിച്ചു. ഐലാനെ പിടിച്ചോണ്ട് വന്ന അതേ സ്ഥലത്ത് വേറെയും ഏലിയൻസ് ഉണ്ട് എന്ന് സിഗ്നൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നായകൻ ആ സ്ഥലത്തേക്ക് വന്ന് ഒരു ഡിവൈസ് എടുത്തു നോക്കും. അതുകൊണ്ടാണ് ഡിവൈസിൽ സിഗ്നൽ കാണിച്ചത്. വില്ലന്റെ ടീം അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോഴേക്കും നായകൻ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അങ്ങനെ നായകൻ വീട്ടിലേക്ക് വന്നു. അന്ന് ടൈസന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ഐലാനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് ഐലാനെ വില്ലൻ വീണ്ടും ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നായിക ഒരു സയൻസ് എക്സ്പോയിലാണുള്ളത്. അപ്പോൾ കുറച്ച് ദൂരെയായി നായകൻ നിന്ന് അവന്റെ പവർ ഉപയോഗിച്ച് ചില സാധനങ്ങൾ പറത്തി നായികയ്ക്ക് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ നായകനും നായികയ്ക്കും ഇടയിൽ ഒരു റൊമാൻസും നടക്കുന്നുണ്ട്. വില്യംസ് വീണ്ടും ഡ്രോൺസ് എല്ലാം പറത്തി നോക്കിയപ്പോൾ എക്സ്പോ നടക്കുന്ന സ്ഥലത്ത് ഒരു സിഗ്നൽ കാണിക്കും. വില്ലത്തി അവിടേക്ക് ഗ്യാങ്ങുമായി വരും. അവിടെ ഒരു ഫൈറ്റ് നടക്കും. കാരണം നായകൻ ഒരു ഏലിയൻ ആണെന്ന പോലെയാണ് സിഗ്നൽ കാണിക്കുന്നത്. അതുപോലെ വില്ലനും ഏലിയൻ ആണെന്ന പോലെയുള്ള ഒരു സിഗ്നലും കാണിക്കും. കാരണം രണ്ടുപേർക്കും പവറുണ്ട്. ഇപ്പൊ വില്ലനും നായകനും തമ്മിൽ ഫൈറ്റ് നടക്കും. നായികയെ ഫ്രീസ് ചെയ്തു. നായകന്റെ കയ്യിലാണ് സ്പാർക്ക് ഉള്ളത്. വില്ലൻ സ്പാർക്ക് എടുത്തോണ്ട് പോകും. എന്നിട്ട് നായകനെ ട്രക്കില് അടച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. നായകൻ വില്ലന്റെ കയ്യിൽ പിടിച്ചതും വില്ലന്റെ പ്ലാൻ എല്ലാം നായകന് മനസ്സിലായി. ഐലാൻ സ്പേസിലേക്ക് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്നും മനസ്സിലായി. ഇപ്പൊ വില്ലൻ ഇൻവെസ്റ്റേഴ്സുമായി മീറ്റിംഗ് നടത്തുകയാണ്. അതിൽ നോവ ഗ്യാസ് എടുക്കുന്നത് എന്റെ ലക്ഷ്യമല്ല, ഈ സ്പാർക്ക് വെച്ച് വെപ്പൺസ് ഉണ്ടാക്കണം, അതിനാണ് നിങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് പറയും. വില്ലന്റെ ഏരിയയിൽ ആരുമില്ലാത്തപ്പോ വില്യംസ് ഐലാനെ ഹെൽപ്പ് ചെയ്ത് സ്പേസ്ഷിപ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ സമയം കറക്റ്റ് ആയിട്ട് അവിടേക്ക് വില്ലൻ വന്ന് ഐലാനെ അടിച്ച് എടുത്തോണ്ട് പോവും. ഐലാൻ രക്ഷപ്പെടാൻ നോക്കിയതാണെന്ന് പറഞ്ഞ് വില്യംസും തടി തപ്പും. എന്നിട്ട് ഐലാനെ ഷോക്ക് അടിപ്പിച്ച് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ വില്ലൻ സ്പാർക്ക് ഉപയോഗിച്ച് ഭൂമിയെ തുരക്കാൻ തുടങ്ങി. ഒരുപാട് നോവ ഗ്യാസും പുറത്തേക്ക് വന്നു. ചെന്നൈയിലെ പലയിടങ്ങളിലും തീപിടുത്തം നടന്നു. ആ സ്പോട്ടിലേക്ക് നായകനും വരും. എല്ലാവരെയും രക്ഷപ്പെടുത്തും. ഐലാൻ ഒരു കുട്ടിയെ ക്യാൻസറിൽ നിന്നും രക്ഷിച്ചിരുന്നല്ലോ, ആ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. നായകൻ എല്ലാവരെയും രക്ഷപ്പെടുത്തി. ആ സമയം വില്ലംസ് അയച്ച ഡ്രോണിൽ നിന്ന് മെസ്സേജ് വന്നു. എന്താന്ന് വെച്ചാൽ വില്ലനാണെന്ന് അറിയാതെയാണ് ഞാൻ അവന് ഹെൽപ്പ് ചെയ്ത് ഐലാനെ പിടിച്ചു കൊടുത്തത്. ഇപ്പൊ ഐലാനെ വിൽക്കാൻ പോവാണ്, രക്ഷിക്കണം എന്ന് മെസ്സേജ് വന്നതും നായകൻ നേരെ ആ ട്രക്ക് ഫോളോ ചെയ്ത് വന്നു. അവിടെ വീണ്ടും ഒരു ഫൈറ്റ്. ആ ഫൈറ്റില് വില്യംസിനെ വില്ലത്തി കൊല്ലും. എന്നിട്ട് വില്ലത്തി നായകനെ കൊല്ലാൻ പോകുമ്പോൾ രാജയും ടീമും വന്ന് നായകനെ രക്ഷിച്ച് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ ഐലാന് നായകനെ മനസ്സിലാവുന്നില്ല, മറന്നുപോയി. അപ്പോൾ ഐലാനെ സ്പേസ്ഷിപ്പ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതിൽ കയറ്റിവിട്ടാൽ സ്പേസിലേക്ക് പോയിക്കോളും എന്ന് പറഞ്ഞ് നേരെ അവിടേക്ക് പോവും. എന്നാൽ അവിടേക്ക് വില്ലത്തിയും റോബോട്ടും വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഐലാനും അവന്റെ പവർ തിരിച്ചു കിട്ടി. ആക്ച്വലി ഈ ഫൈറ്റിന്റെ ഇടയിൽ ഐലാൻ സ്പേസ്ഷിപ്പിനകത്തേക്ക് വന്ന് ചാർജ് ചെയ്ത് പവർ കയറ്റിയിട്ടുണ്ടായിരുന്നു. പവർ തിരിച്ചു വന്നതോടെ ഐലാൻ നായകനോട് നീ റെസ്റ്റ് എടുത്തോ, ഇനി ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് കളത്തിലിറങ്ങും. എന്നാൽ വില്ലത്തി അവനെ അടിച്ചു വീഴ്ത്തും. പവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നായകനും പവർ വർക്കാവുന്നില്ല. എന്നാൽ ഐലാനും നായകനും പരസ്പരം ടച്ച് ചെയ്യുമ്പോൾ പവർ വരുന്നുണ്ട് എന്ന് രണ്ടുപേർക്കും മനസ്സിലായി. എന്നിട്ട് ഐലാനെ നായകൻ അവന്റെ പുറത്തിരുത്തി ഫൈറ്റ് ചെയ്യും. വില്ലനാണെങ്കിൽ അവരുടെ സ്പേസ് ഷിപ്പിൽ ബോംബ് വെച്ച് തകർക്കും. അപ്പോൾ ഇവര് ഒരു ചെറിയ സ്പേസ് ഷിപ്പ് എടുത്ത് ആ സ്പാർക്കുള്ള സ്ഥലത്തേക്ക് പോവും. അതായത് വില്ലൻ നോവ ഗ്യാസ് എടുത്തോണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോവും. അവിടെ ഒരു ഗംഭീര ഫൈറ്റ് നടത്തി വില്ലനെയും കൊന്ന് ഐലാൻ അവന് സ്പാർക്ക് എടുത്തു.
ഇപ്പോ ഐലാൻ അവന്റെ ഗ്രഹത്തിലേക്ക് തിരിച്ചു പോകാൻ നോക്കുകയാണ്. പോകുന്നതിന് മുൻപ് വളരെ ഫീലായി നായകനെ വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവസാനമായി മനുഷ്യരെല്ലാവരും ക്രൂരന്മാരാണെന്നാണ് ഞാൻ കരുതിയത്. എല്ലാ ജീവികളും വിശന്നു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞുങ്ങളാണെന്ന് പോലും നോക്കാതെ കൊന്നു തിന്നും. എന്നാൽ മനുഷ്യർ എന്ത് വന്നാലും തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കും. നിങ്ങൾ എല്ലാവരും നല്ലവരാണ്. സോ ഒരു കുഞ്ഞിനെ പോലെ ഈ ഭൂമിയെ നോക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. നായകനും അവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോവും. അവിടുന്ന് ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നത് കണ്ട നായകനും ഓടിച്ചെന്ന് ആ കുട്ടിയെ രക്ഷിക്കും. നായകൻ വെള്ളത്തിലേക്ക് ചാടി ആ കുട്ടിയെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ നായകൻ വെള്ളത്തിന് മേലെ കൂടെ നടന്നു ചെന്ന് കുട്ടിയെ രക്ഷിക്കും. ഇത് കണ്ട നാട്ടുകാരും ഞെട്ടി. നായകന് ഏലിയന്റെ പവർ ഉണ്ടല്ലോ, ഈ പവർ വെച്ച് ഭൂമിയെ നായകൻ രക്ഷിക്കുമെന്ന് കാണിച്ചാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി വരുന്നത് വരെ ബൈ.